എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരുന്ന മാധ്യമ രംഗത്ത് 40 വർഷം പിന്നിട്ട് ഇന്ന് കേരളത്തിൻ്റെ തലസ്ഥാനത്ത് നിന്ന് അങ്ങ് കാസർകോട്ടേക്ക് യാത്ര തിരിച്ച് ഇന്നിവിടെ കൊച്ചി ലുലു മാളിൽ എത്തിയിട്ടുള്ള പ്രിയങ്കരനായ മാധ്യമ പ്രവർത്തകൻ, നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ SKN എന്ന ആർ ശ്രീകണ്ഠൻ നായർ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ യാത്രയും കൊച്ചി ലുലു മാൾ സ്ഥാപിതമായിട്ട് 12 വർഷം തികയുന്ന ഈ ദിവസം, അതേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയും ഇവിടെ എത്തിയതിൽ ഞങ്ങളെല്ലാവർക്കും സന്തോഷം. നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. ആദ്യമായി 12 വർഷം പിന്നിട്ട ലുലു മാൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ഒരു 3 മിനിറ്റ് വീഡിയോയായി നമുക്കിവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ലുലു മാളിൻ്റെ 12ാം വാർഷികാഘോഷവും ഒപ്പം നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ വീടുകളിലെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരിമാർക്കും എല്ലാം വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ശ്രീകണ്ഠൻ സാർ തുടങ്ങിവെച്ച ഈ യാത്ര, അതിന് ലുലു മാളിൻ്റെയും ലുലു ഗ്രൂപ്പിൻ്റെയും പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിലേക്ക് പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പ് ഇന്ത്യയുടെ ഡയറക്ടറും CEO പ്രിയങ്കരനായ ശ്രീ MA നിഷാദ് അവർകളെ ആദ്യമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലുലു ഗ്രൂപ്പിന്റെ ഡയറക്ടറും ലുലു ഗ്രൂപ്പ് ഇന്ത്യയുടെ ഡയറക്ടറും അതുപോലെ ലുലു ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ പ്രിയങ്കരനായ ശ്രീ MA അഷ്റഫ് അലിയുടെ മകനുമായ ശ്രീ ഫഹാസ് അഷ്റഫിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ മാളുകളുടെ ഡയറക്ടറായ ശ്രീ ഷിബു ഫിലിപ്പ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖ് കാസിം അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ ജനറൽ മാനേജർ പ്രിയങ്കരനായ സുധീഷ് നായർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലുലു മാളിന്റെ കൊച്ചി മാളിന്റെ ജനറൽ മാനേജർ വിഷ്ണു രഘുനാഥിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ലുലു ഗ്രൂപ്പ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എല്ലാ മാളുകളുടെയും പുറകിൽ അതിന്റെ പ്രൊജക്ട് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബാബു വർഗീസ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലുലു HR ജനറൽ മാനേജർ പ്രിയങ്കരനായ അനൂപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ലഹരി വിരുദ്ധ സന്ദേശം നൽകാനും അതുപോലെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കൊച്ചിയിൽ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ മജോ TM അവരുടെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. മാധ്യമരംഗത്ത് 4 പതിറ്റാണ്ട് കാലം പൂർത്തിയാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജേർണലിസം എന്ന പദത്തിനോട് പൂർണ്ണമായും നീതി പുലർത്തി മുന്നോട്ടു പോകുന്ന ഒരാൾ. ഇന്നത്തെ ദൃശ്യ മാധ്യമ രംഗത്ത് പ്രമുഖർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമതുള്ള പേരാണ് പ്രിയപ്പെട്ട SKN എന്ന ശ്രീകണ്ഠൻ നായർ. 24 എന്ന ചാനലിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കാൻ അഹോരാത്രം മുന്നിൽ നിന്ന് പണിയെടുത്ത ഒരാൾ. അവതാരകൻ എന്ന നിലയിൽ ഉള്ള പരിചയം മാത്രമല്ല, ദൂരദർശനിലും ഏഷ്യാനെറ്റിലും മനോരമയിലും ഫ്ലവേഴ്സിലും ഒരുപോലെ തിളങ്ങാനായി അദ്ദേഹത്തിന്. വാർത്താ അവതരണം എന്നാൽ മസിൽ പിടിച്ചുള്ള പരമ്പരാഗത രീതിയല്ല എന്ന് അദ്ദേഹം നമ്മുടെ മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞു. കസേരയിൽ ഇരുന്നു കൊണ്ട് വാർത്ത വായിച്ച കാലത്ത് ശ്രീകണ്ഠൻ നായർ വാർത്തയുമായി ഇന്ന് നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നു. 4 ആൾ കൂടുന്ന ഇടമെല്ലാം അദ്ദേഹം സ്റ്റുഡിയോകളായി മാറ്റി. ആൾക്കൂട്ടവും ആരവവും ശ്രീകണ്ഠൻ നായർക്ക് ആവേശമാണ്. ഈ ആവേശം പിന്നാലെ വന്ന പലരും അംഗീകരിച്ചു. ജേർണലിസം ക്ലാസ്സിന് പുറത്തുള്ള സിലബസായി SKN എന്ന അക്ഷരം വളർന്നു കഴിഞ്ഞു. അധ്യാപകനിൽ നിന്ന് അവതരണത്തിലേക്ക്, അവിടുന്ന് ചാനൽ മേധാവിയിലേക്കുമുള്ള ദൂരം ഒരു സംസ്കാരത്തിൻ്റെ ദൂരമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാം അഭിമാനമായി ആരും സഞ്ചരിക്കാത്ത ഒരു പാതയിലൂടെ വെയിലും കാറ്റും മഴയും കൊണ്ട് കഴിഞ്ഞ 10-12 ദിവസമായി ലഹരിക്കെതിരെ പോരാടി നമ്മുടെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികൾക്കുമെതിരെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടും
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടും അതിനെ എതിരിടുകയാണ്. ഈ അവസരത്തിൽ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ നാട്ടിൽ നിന്നും ഓടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലുലു മാളിൻ്റെ സ്ഥാപക ദിനമാണ്. 12 വർഷം പിന്നിട്ടു. ഇന്ന് അദ്ദേഹം കൊച്ചി മെട്രോ ഇറങ്ങി ഈ ലുലുവിലേക്ക് കടന്നു വന്നപ്പോൾ 22 കോടി 1,01,000 ആളായിട്ടാണ് അദ്ദേഹം ഇന്ന് ഇങ്ങോട്ട് കടന്നു വന്നത്. പ്രിയങ്കരനായ SKN സാറിനെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമുള്ള അഭ്യർത്ഥനയോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. അടുത്തതായി ഈ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേക്ക് കട്ടിംഗ് ആണ്. അതിന് ലുലു മാളിന്റെ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഐശ്വര്യ ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറിനെയും ഡെപ്യൂട്ടി കമ്മീഷണറെയും കേക്ക് മുറിച്ച് ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. നാൽപ്പത് വർഷം ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിച്ച, ഇന്ന് നമ്മൾ കാണുന്ന ഈ ലൈവുകളും ന്യൂസ് റൂമിലെ ചർച്ചകളും അതിനൊക്കെ പല രംഗത്തും പല മേഖലയിലും അതിനൊക്കെ തുടക്കം കുറിച്ച ഒരാളാണ് ശ്രീകണ്ഠൻ സാർ. ഇന്ന് അദ്ദേഹം യൂസഫ് അലി സാറിനെയും ഇദ്ദേഹത്തെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു വ്യവസായി എന്നതിനേക്കാൾ ഉപരി പ്രിയപ്പെട്ട ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാറിനെ ഒരു മനുഷ്യസ്നേഹിയായ, ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങളുടെ കഷ്ടതകളെ സഹായിക്കുന്ന ഒരാളായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അതുപോലെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറം ഈ മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനായ, ഒരു മനുഷ്യസ്നേഹിയായ ഒരു മാധ്യമ പ്രവർത്തകനാണ് പ്രിയങ്കരനായ ശ്രീകണ്ഠൻ സാർ. അത് തന്നെയാണ് ഈ മനുഷ്യന്മാരെ സഹായിക്കാനാണ്, വരും തലമുറയെ സഹായിക്കാനാണ് ഇന്ന് അദ്ദേഹം ഈ ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് ലുലു കൊച്ചി അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. അതിനായി പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ CEO MA നിഷാദ് അവർകളെയും ഡയറക്ടർ
അഷ്റഫ് ഫാറുകളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി മൈക്ക് ഞാൻ ശ്രീകണ്ഠ സാർക്ക് കൈമാറുകയാണ്. ഇനി സാറ് നോക്കിക്കോളൂ സ്റ്റേജിലെ കാര്യങ്ങൾ. ഹലോ, ഈ മൈക്ക് ഓക്കെ ആയിരിക്കും തോന്നുന്നല്ലേ? അതോ അതിൽ തന്നെ പറയണുണ്ടോ? പ്രിയമുള്ളവരെ, 12 കൊല്ലം 22 കോടി മനുഷ്യർ കടന്നുപോയ സ്ഥാപനം, അതിൽ 22 കോടി 1,01,000 ആളായിട്ട് ഞാനിവിടെ മെട്രോ റെയിൽ ഇറങ്ങി എന്നുള്ളതാണ് ഒരു ചരിത്ര നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. 12 കൊല്ലം കടന്നുപോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, എം എ യൂസഫ് അലി എന്ന നമ്മളറിയുന്ന വ്യവസായി, പ്രവാസി വ്യവസായി, ശരിക്കും ഒരു ചരിത്ര പാഠപുസ്തകമാണ്. നാട്ടിൽ നിന്നൊരു സാധാരണക്കാരനായി മണലാരണ്യങ്ങൾ ഇറങ്ങുകയും ഇത്രയും കാലം കഠിനാധ്വാനത്തിലൂടെ മാത്രം, അതിന് വിജയത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ എന്നെല്ലാവർക്കും അറിയാം. ആ കഠിനാധ്വാനത്തിലൂടെ രാജ്യം മുഴുവൻ, അതല്ല 24-25 രാജ്യങ്ങളിൽ ഇന്ന് ലുലു സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തെ പൗരപ്രമുഖന്മാരെല്ലാം ഈ ഒരു നാട്ടിലൊരു സാധാരണക്കാരൻ മനുഷ്യൻ നടന്നു കയറിയ വഴികൾ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അതിലൊരാളായിരുന്നു ഞാനും. ഇത്ര കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുക, ആ സംരംഭങ്ങളെല്ലാം ഒരൊറ്റയാൾ പട്ടാളം പോലെ കൊണ്ടു നടക്കുക, ഇതൊക്കെ എം എ യൂസഫ് അലി എന്ന് പറയുന്ന അധികായന് മാത്രം വിധിച്ചിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഞാൻ 24 വേണ്ടി അഭിമുഖം നടത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഗൾഫ് നാടുകളിലൊക്കെ വന്ന് വല്ല ഊരാക്കുടുക്കിലൊക്കെ ഏതെങ്കിലും മലയാളി പെട്ടുപോകുമ്പോൾ അവർക്ക് ഫോൺ ചെയ്യാൻ അവിടെ ഒരാളേ ഉള്ളൂ, എം എ യൂസഫ് അലി. ജയിലിൽ പെട്ടുപോയാലും പുറത്തിറക്കാൻ അവിടെ ഒരാളുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും ഇത് ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും, ആവർത്തനങ്ങളുണ്ടാവും. ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ചെറിയ കാര്യത്തിനൊക്കെ ജയിലിലാകാറുണ്ട്. അപ്പോൾ ജയിലിൽ നിന്ന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്യും. ബോറടിക്കരുത്, കാരണം അവിടെ അവർക്ക് ആശ്രയിക്കാൻ ഒരു യൂസഫ് അലി ഉള്ളൂ എന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകരുത് എന്ന് ഞാനൊരു ലൈവ് സംപ്രേഷണത്തിലാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നോട് നല്ല ചങ്ങാത്തത്തിലുള്ള വളരെ കുറച്ച് വ്യവസായികളിൽ ഒരാളാണ്. കാരണം ഞാൻ പലപ്പോഴും ഒരു വാർത്താ അവതാരകൻ്റെ കുപ്പായത്തിൽ കയറിയിരിക്കുന്നതുകൊണ്ട് ഇവരിൽ നിന്നൊക്കെ കുറച്ചൊരു അകലം പാലിച്ച് നടക്കും. കാര്യം നാളെ ഒരു വാർത്ത വന്നാൽ നമുക്ക് സംപ്രേഷണം ചെയ്യണമെങ്കിൽ ഇവരുമായിട്ടൊരു കുറച്ചൊരു സൗന്ദര്യപരമായ അകലം നമുക്ക് വേണം. പക്ഷെ ഞാനൊരു അകലവും അദ്ദേഹത്തോട് പാലിച്ചിട്ടില്ല, അതേ ഒരകലവും എന്നോട് പാലിക്കാറും ഇല്ല. അത് ഒരുപക്ഷെ അദ്ദേഹത്തിലുള്ള ഒരു നന്മയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഈ 12 കൊല്ലത്തിന് മുമ്പ് ഈ ലുലു മാളിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഇത്രയും വലിയൊരു മാളൊക്കെ കൊച്ചി പോലൊരു നഗരത്തിൽ വന്നാൽ അത് വിജയിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഒരു വ്യവസായ വിരോധം കൊണ്ടല്ല, ഒരു വിവരക്കേട് കൊണ്ട് ഞാൻ യൂസഫ് അലി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. പക്ഷേ അത് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു ഞാനിത് എത്ര കണ്ടതാ എന്നുള്ള ഒരു ചിരി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും തിരുവനന്തപുരത്തെ മാളിൽ നമ്മൾ ചെന്നായിരുന്നു. അവിടെയും ഒരുപാട് ജനസാമാന്യത്തെ കണ്ടു, ഒരുപാട് മനുഷ്യർക്ക് ഉപകാരമാകുന്നു. മാത്രമല്ല കോഴിക്കോട്ടെ മാളും നിങ്ങൾക്കറിയാം, അതുകൂടാതെ കോട്ടയത്തുമൊക്കെ പുതിയ മാളുകൾ വന്നു. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ, ഈ കഴിഞ്ഞ 14-ാം തീയതി ആണ്, ഏതാണ്ട് 10-14 ദിവസം കടക്കുന്നു. ഈ യാത്ര തുടങ്ങുമ്പോൾ ഈ കേരളത്തിലെ ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇത്ര കൂടുതൽ ഉണ്ടാകും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം കേരളത്തിലുള്ള ഒരു പ്രശ്നമാണിത്. എന്നാൽ നമ്മളൊരു 6 ജില്ലകൾ കടന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഈ രാസലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ വളരെ കൂടുതലാണ്. എറണാകുളം ജില്ലയും അതിൽ മത്സരിക്കുകയാണ് 1ാം സ്ഥാനത്തെത്താൻ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പോലീസ് ഓഫീസേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ശ്രീ TM മഞ്ജു ആണല്ലേ, മഞ്ജു, ഇദ്ദേഹം എനിക്ക് വളരെ ആദരവുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം. കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ചാലക്കുടിയിലെ ഷീല സണ്ണി എന്ന് പറയുന്ന സ്ത്രീയുടെ കാര്യം. അതായത് അവരെ ഒരു
ട്രാപ്പിലാക്കിയിട്ട് 72 ദിവസമാണ് നമ്മൾ തടവിലിട്ടത്. അവരുടെ ജീവിതത്തിൽ നിന്ന് 72 ദിവസം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പറിച്ചെറിഞ്ഞു കളഞ്ഞു. ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഈ 72 ദിവസം ആര് മടക്കി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരമില്ല. ഈ മനുഷ്യനാണ് ശരിക്കും സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തി ചാലക്കുടിയിലെ ഈ ഷീല സണ്ണിയെ ജയിലിന് പുറത്തെത്തിച്ചത്. ശരിക്കും നമ്മളിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് നാട് നീളം നടന്ന് സ്വീകരണം വാങ്ങാൻ പറ്റില്ല. പക്ഷേ എന്നാലും ചിന്തിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കെട്ടിയ ഒരു തീപ്പന്തമാണ് ഈ DYSP എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ നിങ്ങൾക്ക് 1 മണിക്കൂർ പോലും നിങ്ങൾക്ക് ജയിലിൽ കിടക്കാൻ പറ്റില്ല. കാര്യം ആൾ പറയും അവിടെ നല്ല ചിക്കനുണ്ട്, പുട്ടുണ്ട്, പപ്പടം ഉണ്ടെന്ന് പറയും. ജയിലിൽ പോയി കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഒരു 10 മിനിറ്റ് നമ്മൾ കഴിഞ്ഞാൽ പെട്ടെന്ന് അസ്വാതന്ത്ര്യം എന്ത് എന്ന് നമുക്ക് ആ നിമിഷം മനസ്സിലാകും. അങ്ങനെ ഒരു പാവപ്പെട്ട സ്ത്രീ 72 ദിവസം കുരുക്കിയിട്ടു. കോടതി മുറിയിൽ നിന്ന് അവർക്ക് ജയിലറെ സമ്മാനിക്കുമ്പോൾ ഒരിക്കലും ആ വിധി എഴുതിയ ആൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ സ്ത്രീ നിരപരാധിയാണെന്ന്. പക്ഷേ അപരാധിയുടെ കുപ്പായം അണിഞ്ഞ് അവർ ജയിലിൽ കിടന്നത് 72 ദിവസങ്ങളാണ് എന്ന് മറന്നു പോകരുത്. ഈ അവരുടെ നഷ്ടപ്പെട്ടു പോയതൊന്നും ഇനി മടക്കി കൊടുക്കാൻ ആർക്കും കഴിയില്ല. അവരിപ്പം ചെന്നൈയിലെ ഒരു വീട്ടിൽ എനിക്കൊന്ന് ജോലിക്ക് നിൽക്കുകയാണെന്ന് തോന്നുന്നു, 2 അറ്റവും കൂട്ടിമുട്ടിക്കാം. അതുകൊണ്ട് അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുകയാണ്. ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമാണ്, ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് സമയമുണ്ട്, ഇഷ്ടം പോലെ ടൈമുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ വളരെ കൂടുതൽ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെ MDMA പോലുള്ള രാസലഹരിക്ക് അഡിക്റ്റായ ഒരു നാടാണിത്. നമ്മുടെ കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈയിടെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ 8 കോളത്തിൽ വന്നൊരു വാർത്ത, അതായത് കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, ഇത്രയും കൂടുതൽ ടൂറിസ്റ്റിനും IT-ക്കും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന ഈ പച്ചപ്പുള്ള 44 നദികൾ ഒഴുകുന്ന ഈ മണ്ണ് ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ തലകുനിക്കണം. ഒരുപക്ഷെ അത് എക്സാജറേറ്റ് ചെയ്താണ്. നമ്മളൊരു കാര്യം ധൈര്യമായിട്ട് പറയണം, നമ്മൾ ഒത്തിരി താമസിച്ചു പോയി. എനിക്ക് പോലും വാർത്താമുറിയിലെ AC മുറിയിൽ ഇരുന്ന് ഇതൊക്കെ ജനത്തോട് വിളിച്ചു പറയുമ്പോൾ ഒരിക്കലും ഞാൻ കരുതിയില്ല ഇത്ര കൂടുതൽ ആളുകൾ അഡിക്റ്റായി കഴിഞ്ഞു എന്ന്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊക്കെ അഡിക്ഷൻ വരിക നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. നിങ്ങൾ MDMA-യോ അതേപോലെ രാസലഹരി ഉപയോഗിച്ച ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാഴ്ചവസ്തുവിനെ പോലെ കാണാൻ വേണ്ടിയല്ല, ഒരു അഡിക്ഷൻ സെൻറ്ററിൽ പോകണം. പോയിട്ട് ഈ രാസ MDMA-യോ അതല്ലെങ്കിൽ അതേപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ കോലമൊക്കെ കെട്ട് ഒട്ടി വലിഞ്ഞ് കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരും. അവരുടെ തലച്ചോറിലൊന്നും ആൾ താമസം കാണത്തില്ല. അവർക്ക് ഹാലൂസിനേഷൻസ് ആണ് ജീവിതത്തിലുടനീളം. അവരുടെ തലച്ചോറും മനസ്സും തമ്മിലുള്ള ബന്ധം തകർന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ അത്രയും അപകടമുള്ള ഒരു അവസ്ഥയാണത്. ഞാൻ ഈ ലുലു മാളിൻ്റെ പ്രസക്തി പറയാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇതിനൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുക വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ യാത്ര തുടങ്ങുമ്പോൾ എനിക്കുള്ളതിനേക്കാളും ഞാൻ 3% ആളുകൾ അഡിക്റ്റായി കാണും ധരിച്ചിട്ടുണ്ടെങ്കിൽ 300% ആളുകളും ഇത്തരം രാസലഹരി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരോ ഉപയോഗിക്കുന്നവരാണ് എന്ന ഏറ്റവും അപകടകരമായ കണ്ടെത്തലാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. അപ്പോൾ ഈ ലുലു മാളിൽ ഒരുപാട് ആളുകൾ വെറുതെ കയറി ഇറങ്ങി നടക്കാറുണ്ട്. ഒന്നും സാധനം വാങ്ങിക്കാനൊന്നുമല്ല, ഇവിടെ AC ഒക്കെ ഉണ്ട്, ചുട്ടുപൊള്ളുന്ന ചൂടിലൊരു ശമനമാണ്. ഞാൻ പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വെറുതെ അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ MA യൂസഫലി ഏറ്റെടുത്തോളും. നിങ്ങൾ ഇതിനകത്ത് കയറി നടക്കുക. എനിക്ക് തോന്നുന്ന ഒരുപാട് മണിക്കൂർ ബാക്കിയുള്ള ആളുകൾ കഞ്ചാവിലേക്കും അതുപോലെ ബ്രൗൺ ഷുഗറിലേക്കും ഒക്കെ മൂക്കൂത്തി വീഴാതെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോട്ടോ എനിക്കറിയാം AC ഒക്കെ പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള പണം ചെലവൊന്നുണ്ടാവും. എന്നാൽ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് താങ്ങാനുള്ള കരുത്ത് ഈ നാട്ടികക്കാരനുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഞാൻ വളരെ നീട്ടുന്നില്ല, ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. നിങ്ങൾക്കൊക്കെ ആവർത്തന വിരസത ഉണ്ടാകും. നമുക്ക് സംഭവിച്ചല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് വെറും കഥയായി തോന്നുമെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മൾ ഒത്തിരി താമസിച്ചു പോയി. എന്നാൽ ഈ പോലീസ് സേനയിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് വിശ്വാസമുണ്ട്. മിടുക്കരായ പോലീസ് ഓഫീസർ ഇഷ്ടം പോലെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിഖ്യാതരായ പോലീസ് സേനയിൽ ഒന്നാണ് കേരളത്തിൻ്റേത്. അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായ അവസരം കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർക്ക് അവസരം കൊടുത്താൽ 90 ദിവസങ്ങൾക്കപ്പുറം ഈ സാഹചര്യം പോകില്ല. ഈ 90 ദിവസത്തെ സാഹചര്യത്തെ അങ്ങ് കുറച്ച് കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു മന്ത്രിസഭയുടെ സാങ്കത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ PhD-ക്ക് തയ്യാറാക്കുന്ന ഒരു പ്രബന്ധം പോലെ ഞങ്ങൾ നടത്തുന്ന യാത്രയിലുടനീളം കാണുന്ന കാര്യങ്ങളും ഇതിനകത്ത് അപകടകാരികളായി ഇതിന് പിന്തുണ കൊടുക്കുന്ന പൊതു നേതാക്കന്മാരും ഒക്കെ അവരെയൊക്കെ നോട്ട് കുറിച്ച് ഒരു പ്രബന്ധമാക്കി പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഒരു കോൺക്ലേവിൽ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ സമ്മാനിക്കും. മുഖ്യമന്ത്രി ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ കാണുന്നതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിശ്ചിതമായ നിലപാടുകൾ അദ്ദേഹം കൈക്കൊള്ളും. എന്തായാലും നമുക്കിനി നമ്മുടെ ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഈ കേരള മണ്ണിൽ അവസാനത്തെ
MDMA കച്ചവടക്കാരനും ഈ നാട് വിട്ടുപോകുന്നത് വരെ നമ്മൾ വിശ്രമിക്കില്ല. 24 ഫ്ലവേഴ്സ് ഒന്നും വിശ്രമിക്കില്ല. ഒന്നിച്ചൊന്നായിട്ട് ഒരു അലറി അടിക്കുന്ന കടല് പോലെ ഒരേ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയണം. ഈ പുതിയ തലമുറയെ കൈകാര്യം ചെയ്യുന്ന, അവരെ കശക്കിയെറിയുന്ന, അവരുടെ ജീവിതം തകർത്തെറിയുന്ന ഈ മഹാമാരി കേരളത്തിൽ ഇല്ലാതാകണം. നമ്മൾ പ്രളയത്തെയും അതേപോലെ തന്നെ കോവിഡിനെയും അതിജീവിച്ച മനുഷ്യ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിയും. നമുക്ക് ഒരേ ശബ്ദം വേണം, ഒരേ അഭിപ്രായം വേണം. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലോ സമുദായത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ നമുക്ക് പിന്നീട് എടുക്കാം. ഇപ്പം നമുക്ക് വേണ്ടത് നമ്മളങ്ങോട്ട് ഇറങ്ങുക എന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞ പോലെ നമ്മൾ ഇതിലങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഏപ്രിൽ 20-ാം തീയതി കാസർഗോഡാണ് ഈ പരിപാടി സമാപിക്കുക. ഈ കാര്യത്തിൽ ലുലു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങളും, ധാർമ്മിക പിന്തുണയും അല്ലാതെയുള്ള ഫിസിക്കൽ പിന്തുണയ്ക്കുമൊക്കെ നന്ദി. ഒരുപക്ഷെ ഈ വാർഷിക ദിവസം തന്നെ നമുക്കിവിടെ വരാൻ കഴിഞ്ഞത് മറ്റൊരു അഭിമാനമായി കാണുന്നു. ഒരുപക്ഷെ MA യൂസഫലി എന്ന വ്യവസായിയെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഇന്ന് മാടി വിളിക്കുകയാണ്. അത്ര പ്രൊഫഷണലായി ചിന്തിക്കാൻ കഴിയുന്ന ഒരു പ്രവാസി വ്യവസായി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നാമധേയം ലോകമെങ്ങും പരക്കുന്ന ഈ വേളയിൽ നമുക്ക് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വകയുണ്ട്. ശ്രീ MA യൂസഫലിയെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം ഗൾഫ് നാട്ടിൽ നിന്ന് ഈ ലൈവ് പരിപാടി കാണുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക നന്ദി അങ്ങ് നമ്മോട് കാണിക്കുന്ന, പ്രത്യേകിച്ച് 24 അദ്ദേഹത്തിൻ്റെ വാത്സല്യമാണ്. അങ്ങയുടെ ഈ വാത്സല്യത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് കുളമാക്കുന്നില്ല. എന്നാൽ പോലും താങ്ക് യു മിസ്റ്റർ MA യൂസഫലി. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ അഭിമാനമാണ്. യു ആർ ഗ്രേറ്റ്. താങ്ക് യു. 2 ചടങ്ങ് കൂടി ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. പ്രിയങ്കരനായ ശ്രീകണ്ഠൻ സാർ തുടങ്ങി വെച്ച ഈ പ്രവർത്തനത്തിന് ലുലു മാളിൻ്റെ പിന്തുണ കൂടി അറിയിച്ചുകൊണ്ട് ഇനിയുള്ള 1 വർഷം, അടുത്ത മാർച്ചിൽ ഞങ്ങൾ 1 വർഷം ആഘോഷിക്കുമ്പോൾ ഒരു പ്രവർത്തനം കൂടി ഞങ്ങളിവിടെ തുടങ്ങുകയാണ്. ഇന്നു മുതൽ ലഹരിക്കെതിരെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കാൻ മാളിൻ്റെ GM പ്രിയപ്പെട്ട വിഷ്ണുവിനെ ക്ഷണിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ 1 വർഷം, ഇന്ന് മുതൽ 1 വർഷത്തേക്ക് നമ്മൾ ഇതിൻ്റെ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ. ഇത് സംബന്ധിച്ച് സ്കൂളുകൾ, കോളേജുകൾ ഇവിടെയെല്ലാം ബോധവൽക്കരണ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലുലു മോളിനകത്ത് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന 35 ലക്ഷം പോപ്പുലേഷനുള്ള കൊച്ചിയിൽ 18 ലക്ഷത്തോളം ആൾക്കാർ വരുന്ന ഈ മോളാണ് ഏറ്റവും നല്ലൊരു സ്ഥലമെന്ന് തിരിച്ചറിയുകയും ഇവിടെയാണ് ഫാമിലികൾ ഏറ്റവും കൂടുതൽ എത്തിയെന്ന് തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു മുൻകൈ എടുത്ത് ഈ 1 വർഷക്കാലം കൂടുതൽ ഇതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളൊരു ക്യാമ്പയിൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിലേക്ക് വേണം. താങ്ക് യു. കോളേജുകളെയും യുവതലമുറയെയും കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ പ്രവർത്തനം. ഇത് വിട്ട് ഞങ്ങൾ പുറത്തിറങ്ങും, കോളേജുകളിലിറങ്ങും, സ്കൂളിലിറങ്ങും. ലഹരിക്കെതിരെ ഞങ്ങളും ശ്രീകണ്ഠ സാറൊപ്പം ഉണ്ട്. പ്രിയമുള്ളവരെ, ഇതിനൊക്കെ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ജില്ലയിലെ എക്സൈസ് വിഭാഗമാണ്. അവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ മുന്നിട്ടിറങ്ങി നിരവധി അറസ്റ്റുകളും നിരവധി പേരെ ഇതിൻ്റെ പിടുത്തത്തിൽ നിന്ന് പിറകെ കൊണ്ടുവരാൻ, അവരെ അതിൽ നിന്ന് പിന്നോട്ട് തിരിക്കാൻ നേതൃത്വം നൽകുന്നത്. പ്രിയങ്കരനായ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രിയപ്പെട്ട മജോ TM അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തെ ആദരിക്കാൻ പ്രിയപ്പെട്ട ലുലുവിൻ്റെ ഡയറക്ടർ MA നിഷാദിനെയും പ്രിയപ്പെട്ട ബാബു വർഗീസ് സാർ പ്രൊജക്ടറെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് അനേകം 1000 എക്സൈസ് വിഭാഗത്തിലെ സേനാംഗങ്ങൾക്കുള്ള ഒരു ആദരവ് കൂടിയാണ് അദ്ദേഹം ഇവിടെ ഏറ്റുവാങ്ങുന്നത്. പ്രിയപ്പെട്ട ഷിബു ഫിലിപ്പ് അവറുകൾ അദ്ദേഹത്തിന് ഉപഹാരം നൽകി. ലോഗോ പ്രകാശനം പ്രിയപ്പെട്ട MA നിഷാദ് അവറുകൾ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർ അവർക്ക് ലോഗോ നൽകിക്കൊണ്ടിവിടെ പ്രകാശനം ചെയ്യുകയാണ്.
ശ്രീകണ്ഠ സാറും പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർ മജു അവറുകളുമാണ് ഈ ലോഗോ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. രണ്ട് വാക്ക് സംസാരിക്കാൻ പ്രിയപ്പെട്ട എം എ നിഷാദ് അവർ. നമസ്കാരം. കലയോപസിതമായ ഒരു വിഷയം ഏറ്റെടുത്ത് ഇത്തരം ഒരു യാത്ര നടത്താൻ തീരുമാനിച്ച SKNനും ഫ്ലവേഴ്സ് TVയിലെ മറ്റു പ്രവർത്തകർക്കും ലുലുവിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ 40 വർഷം മാധ്യമ പ്രവർത്തനത്തിൽ പൂർത്തിയാക്കുന്ന SKNന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ SKNൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ലുലു ഗ്രൂപ്പിൻ്റെ പേരിലുള്ള എല്ലാ പിന്തുണകളും തുടർന്നും ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, അങ്ങയുടെ ഒരു കാര്യം കൂടെ, നമ്മളിപ്പോൾ ഇതിനൊരു എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് ആ യൂട്യൂബ് ചാനലിൻ്റെ ആയുസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത്തരം രാസലഹരികൾ ഇല്ലാതാകുന്നത് വരെ ആ ചാനൽ പ്രവർത്തിക്കും. അത് കഴിഞ്ഞാൽ ആ ചാനൽ നമ്മൾ വിഡ്രോ ചെയ്യും. അപ്പോൾ SKN40 എന്നടിച്ചാൽ ആ ചാനൽ കിട്ടും. അപ്പോൾ അതിലൂടെ നമ്മൾ ചായ കുടിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ആ ചാനലുണ്ട്. മുഴുവൻ എക്സ്ക്ലൂസീവ് ആണെങ്കിലും മൊത്തം കാര്യങ്ങളുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് മാത്രം ക്യാമറ ചലിപ്പിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലുലു മാൾ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. ഇപ്പോഴുള്ളൊരു അപകടം എനിക്ക് മനസ്സിലാകുന്നത്, ഏത് സ്ഥലത്തേക്കും ആ മേലധികാരിയുടെ അനുവാദമില്ലാതെ അവിടെ കടന്നു ചെല്ലാൻ പോലീസിന് അസാധാരണമായ ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. കോളേജിൽ ചെല്ലാൻ പ്രിൻസിപ്പലിന് അനുമതി വേണ്ട. എവിടെയെങ്കിലും എക്സൈസിനും പോലീസിനും പരിശോധിക്കണമെങ്കിൽ എവിടെ വേണം പരിശോധിക്കാം. കാര്യം ഇത്രയധികം, പ്രത്യേകിച്ച് ഇനി വെക്കേഷൻ വരാൻ പോവുക, ഇത്രയധികം ചെറുപ്പക്കാരും കുട്ടികളും കടന്നു കയറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരിക്കും ലുലു മാൾ. കേരളത്തിലെ എല്ലാ ലുലു മാളിൻ്റെയും കാര്യം ഞാൻ പറയുന്നു. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ എടുക്കാൻ പോകുന്ന ജാഗ്രത? തീർച്ചയായിട്ടും ഇപ്പോൾ ലുലു മാളിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കോർണറും, ഫ്രം എൻട്രി പോയിന്റ് മുതൽ നോക്കുകയാണെങ്കിൽ എല്ലാ കോർണറും CCTV കവേർഡാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങളുടെ നോട്ടീസിൽ പെടുകയാണെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അതിനുള്ള നടപടി എടുക്കുകയും ചെയ്യുന്നതായിരിക്കും. വേണ്ടാത്ത ചോദ്യമായി തോന്നിയില്ലല്ലോ? വേണ്ടാത്ത ചോദ്യമായി ഇന്ന് തോന്നിയില്ലല്ലോ? ഒരിക്കലും. ഓക്കെ, നന്നായി. ഓക്കെ, അപ്പം അദ്ദേഹത്തോടും ചോദിക്കാം അല്ലേ? അങ്ങേക്കൊരു കൈ തരണമെന്ന് കുറെ കാലമായിട്ട് വിചാരിക്കുന്നു. കാര്യം നമുക്ക് സത്യസന്ധരായ പോലീസ് ഓഫീസേഴ്സിന് വേണ്ടി ഒക്കെ കൊടുക്കുക. എക്സൈസിന്റെ ഒരു നേതാവായിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ലഹരിയുടെ സ്വാധീനം, പ്രത്യേകിച്ച് ഈ രാസലഹരിയുടെ സ്വാധീനം കേരളത്തിൽ വളരെ കൂടുകയാണ്. അപ്പോൾ ഇപ്പോൾ അതിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റം എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിലൊക്കെ തന്നെ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുന്നു. കൊച്ചി നഗരം ഇപ്പം സറാദ്യം പറഞ്ഞല്ലോ, ഒരു പണ്ട് പൂനെ ആയിരുന്നു ശരിക്കും ഡ്രഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരുന്നത്. അത് കൊച്ചിയാണെന്ന് ഇപ്പോൾ സാറ് പറഞ്ഞു. ശരിക്കും പറഞ്ഞതിൽ എൻഫോഴ്സ്മെൻറ്റ് വർക്കിൻ്റെ ശക്തമായൊരു എൻഫോഴ്സ്മെൻറ്റ് വർക്ക് ഞങ്ങൾ നടത്തുന്നുണ്ട്. എക്സൈസ് ആണെങ്കിൽ പോലീസാണെങ്കിൽ വളരെ ശക്തമായിട്ട് എൻഫോഴ്സ്മെൻറ്റ് വർക്ക് നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഒത്തിരി കേസുകൾ എടുക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് വിമുക്തി, അതായത് വിമുക്തിയുടെ പ്രോഗ്രാമുണ്ട്. അത് അവരെ കൂടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു വളരെ ശക്തമായ നടപടി ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഈ കുറ്റക്കാരെ പിടിക്കാൻ മാത്രമല്ല, അവരെ ഇതിൽ നിന്ന് ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് മുക്തമാക്കുന്ന ഒരു കാര്യം കൂടെ ഞങ്ങൾ വളരെ ശക്തമായ ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു പോരുന്നുണ്ട്. ഓക്കെ, അങ്ങേക്ക് മറ്റെന്തെങ്കിലും നമ്മുടെ ആൾക്കാരോട് പറയാനുണ്ടോ? എന്തായാലും എല്ലാ നാട്ടുകാർക്കും നന്ദി, നമസ്കാരം. ശരിക്കും പറഞ്ഞെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ കുട്ടികളെ, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ 7ാം ക്ലാസ് മുതൽ, പണ്ട് നമുക്കത് അറിയാമായിരുന്നു, 30 വയസ്സായിരുന്നു ഇതിൻ്റെ ഒരു പ്രായം. നമ്മളൊക്കെ പിടിക്കുന്ന കൾപ്രിറ്റ്സിനെല്ലാം തന്നെ 30 വയസ്സുള്ള ആൾക്കാരുടെ മുകളിലായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പം 30 താഴത്തോട്ട് ഒരു 12 വയസ്സ് മുതൽ മുകളിലോട്ടാണ് ഇപ്പോൾ ശരിക്കും ഈ ഡ്രഗ്സിൻ്റെ പിടിയിലായിരിക്കുന്നത്. അത് കൂടുതലും കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞനുജന്മാരെ വളരെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണുള്ളത്. അവരെ അവരുടെ എന്താണ് അവരുടെ മാറ്റം, അവരുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് നമ്മൾ വളരെ കീനായിട്ട്, വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് വേണം ഈ കാലഘട്ടം നമ്മൾ കഴിഞ്ഞു പോകാനായിട്ട്. കാരണം വെച്ചാൽ നമ്മുടെ കുട്ടികൾ, എക്കാലത്തും നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിൽ പിടിച്ചിരുത്താൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഈ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മളെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. അവർ തിരിച്ചു വരുന്നതും അത് തിരിച്ചു വരുന്നതിന് ശേഷമുള്ള അവരുടെ ബിഹേവ്, അതായത് അവരുടെ സ്വഭാവം, ആ സ്വഭാവത്തിലുള്ള മാറ്റം, ഇതെല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ മാറ്റത്തെ കാണണം.
അത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ വീട്ടുകളിൽ കുട്ടികളെ പരിചരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അവർക്ക് അവരുടെ ഒരിപ്പോൾ പറയില്ലേ, ഇപ്പം ചെറിയ കുട്ടി പോലും അവർ പറയണത് എൻ്റെ അവകാശമാണ്, അത് അങ്ങനെ പറയുന്നൊരു കാലഘട്ടമാണിത്. ഇപ്പം എൻ്റെ കാലഘട്ടത്തിൽ നിന്ന് അച്ഛനും അമ്മയും പറയുന്ന അപ്പുറത്തേക്ക് നമുക്ക് ചലിക്കാനോ ചിന്തിക്കാനോ സാധിക്കാത്ത കാലഘട്ടമായിരുന്നു. അവർ പറയുന്ന വാക്കുകൾക്ക് പോലും നമ്മൾ എതിര് പറയാൻ അല്ലെങ്കിൽ മറിച്ച് പറയാനുള്ള സാഹചര്യമുള്ള കാലഘട്ടമല്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വരെയും പറയുന്നത് തന്നെ എനിക്ക് അവകാശമാണ്, എൻ്റെ അവകാശമാണെന്നാണ് പറയുന്നത്. അവകാശം എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരു കാലഘട്ടമാണ് ആ കുട്ടികളുടെ. എന്നിരുന്നാൽ ആ കുട്ടികൾ പറയുന്നത് എൻ്റെ അവകാശമാണിത്, എനിക്ക് വെളിയിൽ പോകണം, ആരോട് കൂട്ടുകൂടണം, പുറത്തു പോകണം, അങ്ങനെയൊക്കെ. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിരീക്ഷിക്കാനായിട്ട്. നമ്മുടെ കുട്ടികളിൽ അതിൽ നിന്ന് മുക്തരാക്കണമെങ്കിൽ വളരെ പങ്ക് നമ്മുടെ കുടുംബത്തിനാണുള്ളത്, അതുപോലെ തന്നെ സമൂഹത്തിനും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ശ്രീകണ്ഠ സാറ് അതായത് ഒരു മാധ്യമ പ്രവർത്തനം, ശരിക്കും മാധ്യമ പ്രവർത്തനം, അതായത് ദൃശ്യമാണെങ്കിലും പത്രങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഒരു മാധ്യമ പ്രവർത്തനമാണ്. ഈ മാധ്യമ പ്രവർത്തനം ഒരു മീഡിയ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു സമൂഹത്തിൽ ഒരു വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ ആദ്യം ഇറങ്ങുന്നത് എപ്പോഴും പത്രങ്ങളായിരിക്കും. അത് ഏത് രാജ്യത്ത് നിന്നാലും അവരായിരിക്കും ആദ്യം ഇറങ്ങുന്നത്. അത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് ആ ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരിക്കും എന്ന് അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉണ്ണി നമുക്കൊരു സത്യപ്രതിജ്ഞ കൂടി എടുക്കാനുണ്ട്. നമ്മൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വലിയൊരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഓരോ ആളിനും ഉത്തരവാദിത്വമുണ്ട് ഈ നാടിനെ പിടിച്ചു നിർത്താൻ. നമ്മൾ ഈ പ്രളയകാലത്തൊക്കെ എങ്ങനെ കൈത്താക്കാൻ ഈ പരസ്പരം മാറിയോ അതേപോലെ. കാര്യം നമ്മുടെ കുട്ടികളോടൊക്കെ ഒരു പ്രതികാര ചിന്ത ഉണ്ടായിട്ട് കാര്യമില്ല. അവർ ഇവിടെ ഈ ലഭ്യത ഉണ്ടായിട്ടാണ്. ഇപ്പം കേരളത്തിൻ്റെ വെളിയിൽ നിന്നുള്ള ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ നിന്നാണ് ഇത്രയധികം ഈ രാസലഹരി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് മലയാളികളാണ്. അവരെയൊക്കെ ഇവർക്ക് കയ്യാമം വയ്ക്കേണ്ടി വരും. അതേസമയം ഇൻ്റർനാഷണൽ തലത്തിലുള്ള മാഫിയ സംഘങ്ങളുമുണ്ട്. അവരെക്കാളും വലിയ അപകടകാരികൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ തന്നെയാണ്. ഇത് നിങ്ങളെ കാണാം, ഇത് കൊണ്ട് നടക്കുന്ന ഈ കാരിയേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഈ പണി മതിയാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാരാഗ്രഹം നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയുക. കാര്യം നിങ്ങളെ ജയിലിലാക്കുന്നത് ഞങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്വമായി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ വെച്ച് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഈ പ്രതിജ്ഞ ചോര കിനിയുന്ന ഒരു മനസ്സോടെ വേണം നിങ്ങൾ കേൾക്കാൻ. കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിൽ കേരളം നിൽക്കുകയാണ്. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം കേരളത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. പല ഹോസ്റ്റൽ മുറികളും ലഹരി സമ്പന്ന കേന്ദ്രങ്ങളാകുന്നുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. അപ്പോൾ താങ്ക് യു സ്വരാജ്, താങ്ക് യു അവർ ഡിയർ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ സമയമായോ? ഓക്കെ, അടുത്ത നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോവാം. അവിടെ കൂടി സന്ദർശിച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ലുലു മാളിൻ്റെ പേരിലും ലുലു ഗ്രൂപ്പ് ഇന്ത്യയുടെ പേരിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സാധാരണഗതിയിൽ രാവിലെ മോർണിംഗ് ഷോയുടെ ആദ്യത്തെ വാർത്ത തുടങ്ങുമ്പോൾ ഈ കപ്പിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഈ വാർഷിക ദിനത്തിൽ എല്ലാം ഈ കപ്പിലതയം തുടങ്ങട്ടെ.
പുതിയ ആൾക്കാരെ അകത്താക്കാൻ വേണ്ടി നമ്മളിത് ഇനി കുറച്ച് ടീഷർട്ട് ഉണ്ട്, നിങ്ങൾക്ക് വിദേശ നാടുകളിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള അപൂർവമായിട്ട് പണിഞ്ഞുണ്ടാക്കിയ സാധനമാണ്. ഓക്കെ ഓക്കെ. ആ നമ്മൾ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ താങ്കളുടെ വൈറ്റ് ആളോടാണ് എൻ്റെ ചോദ്യം. മലയാളം മനസ്സിലാവുമെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? നിങ്ങളുടെ വീട് എവിടെയാണ്? എവിടെയായാലും കുഴപ്പമില്ല. നിങ്ങളുടെ വീടിൻ്റെ ഇടത്തോട്ട് നോക്കിയാൽ മൂന്നാമത്തെ വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥൻ്റെ പേരെന്താണ്? മൂന്നാമത്തെ വീട്, ഇടത്തുനിന്നുള്ള മൂന്നാമത്തെ വീട്. മുഹമ്മദ്. അങ്ങനെ ആള് ജീവിച്ചിരിപ്പുണ്ടോ? ആ ഓക്കെ. മുഹമ്മദ് ആള് ജീവിച്ചിരിക്കുന്നു. ഉത്തരം ശരിയാണ്. താങ്കൾക്ക് ഞങ്ങളുടെ ടീഷർട്ട് തരും. ഇതിൽ അടുത്ത് താമസിക്കുന്ന ആളിനെ അറിയാത്തവരാരുണ്ടെങ്കിൽ അവർക്കൂടെ ഒരു ടീഷർട്ട് കൊടുക്കും. കാര്യം അവരറിയാൻ വേണ്ടി മാത്രം. ഉണ്ടല്ലേ? അയാൾക്കും ഒരു എന്താ പേര്? താങ്കളുടെ ചെരുപ്പ് എനിക്ക് തരണം, ഇടയ്ക്കിടെ കാണാൻ വേണ്ടിയാ. അപ്പോൾ അയാൾക്കും കൊടുക്കണം. കാര്യം അയൽവാസി അറിയത്തില്ല. അപ്പോൾ ഇനി അയൽവാസി അറിയാവുന്ന വേറെ ആരുണ്ട്? തൊട്ടടുത്ത നിങ്ങളുടെ വലത്ത് ഭാഗത്ത് താമസിക്കുന്ന ആ അയൽവാസിയുടെ ഭാര്യയുടെ പേരറിയാമോ? എന്താ പേര്? അയ്യോ അതല്ല. എന്താ പേര്? സുശീല. ആ അവർക്കൊന്ന് കൊടുത്തേ. നമ്മുടെ ബാക്കിലുള്ള ആൾ. ആ എന്താ പേര്? സൗദാമിനി. ഇനി വേറെ ആർക്കറിയാം? വലത്ത് താമസിക്കുന്ന ഗ്രഹനാഥന്റെ ഭാര്യ അങ്ങേക്കറിയാം അല്ലേ? എന്താ പേര്? മൈക്കൊന്ന് കൊടുത്തേ. ഇവരൊക്കെ ഉണ്ടോ? എനിക്കതാ സംശയം. അവസാനം ഇത് ലൈവ് കണ്ടുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ഒരാളില്ലെന്ന് വന്നാൽ നിങ്ങളെ കൈയോടെ പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അയൽവാസിയെ ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് സംഘടിതമായി നേരിടേണ്ട ഒരു ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സംഘടിതമായിട്ട് നേരിടാൻ വേണ്ടി ഈ ടീഷർട്ട് ഉപകരിക്കട്ടെ എന്നാണ്. അയൽവാസി അറിയണം. അയലത്തെവരെല്ലാം ചോറ് കളയരുത്. അയൽവാസി അറിയണം. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മൾ നിൽക്കുന്നത് കൊച്ചിയിലെ ലുലു മാളിലാണ്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് SKN40 എറണാകുളം ജില്ലയിലെ പര്യടനത്തിന്റെ 2ാം ദിവസം. നമ്മൾ രാവിലെ മോർണിംഗ് ഷോയ്ക്ക് ശേഷം കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റയുമായി സംസാരിച്ച് നമ്മൾ ഇവിടെ എത്തുകയായിരുന്നു. ലുലു മാളിൽ എത്തുകയാണ്. ഇത് ലുലു മാളിനെ സംബന്ധിച്ച് അതിന്റെ 12ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. ആ ലുലു മാള് 12 വർഷത്തിനിടെ 22 കോടി അധികം ആളുകളെ അതിലെ സന്ദർശകരായി കിട്ടിയ ദിവസം കൂടിയാണ്. അതിൽ 22 കോടി 1,01,000 ആ ഒന്നാമത്തെ ആളാണ് SKN എന്ന ഒരു സന്തോഷം കൂടി ഇവിടെ ലുലു മാളിന്റെ സംഘാടകർ അത് പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് നമ്മൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരി വിരുദ്ധ സന്ദേശം നമ്മൾ ഇവിടെ എത്തിയ ആളുകളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഇനി നമ്മൾ ലുലു മാളിന്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ ധാരാളം ആളുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയൊക്കെയാണോ ആളുകൾ എത്തുക, എവിടെയൊക്കെയാണോ ജനങ്ങൾ എത്തുക, ആളുകൾ എത്തുക, അവിടെയൊക്കെ ഈ സന്ദേശം നമ്മൾ എത്തിക്കുകയാണ്. ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് നമ്മളിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്. ഏറ്റവും അധികം ആളുകൾ കൊച്ചിയിൽ ഒരേ സമയം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ്. അവിടെ അതുകൊണ്ട് നമ്മൾ ഈ ലഹരി വിരുദ്ധ സന്ദേശം എത്തിക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നമ്മളുടെ ജില്ലാ പര്യടനത്തിന്റെ സമയത്ത് തിരുവനന്തപുരത്തും അവിടെ ലുലുവിലും നമ്മൾ എത്തിയിരുന്നു. അവിടെയും ഈ ഹൈപ്പർ മാർക്കറ്റിലും ലുലു കണക്റ്റിലും ലുലു ഫാഷനിലും ഒക്കെ നമ്മൾ എത്തിയിരുന്നു. അവിടെയൊക്കെ ഈ സന്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ഊഷ്മളമായ സ്വീകരണം. അത് നമുക്ക് നൽകുന്ന സ്വീകരണം എന്നതിലപ്പുറത്തേക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ശ്ലോകനം, ഈ സന്ദേശത്തിന് കിട്ടുന്ന പരിഗണനയും സ്വീകരണവും കൂടിയാണ്. അതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. നമ്മളിതാ ഇപ്പോൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നീങ്ങുകയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലുലുവിന്റെ ഒരു വാർഷിക ദിവസം കൂടിയാണ്. 12 വർഷം അവർ കൊച്ചിയിലെ ലുലു മാളിന്റെ 12ാം വാർഷികമാണ്. അത് വണ്ടി എങ്ങനെയുണ്ട്? ഗംഭീരമാണ്. നമ്മളിവിടെ ലുലു മാളിലിടയ്ക്ക് വരുമ്പോൾ കുട്ടികൾ ഇതിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന കാണാറുണ്ട്. നമ്മളപ്പം ഇത് നിങ്ങളൊക്കെ സുഖല്ലേ?
ഓക്കെ, അപ്പൊ ഒരുപാട് ഇന്ന് പുരങ്ക് ഇന്ന് ഇനി വെക്കേഷൻ ഒക്കെ തുടങ്ങാൻ പോവാ. അതെ, അതെ. ലുലു മാളിൽ ശരിക്കും ഒരു ഉത്സവമായിരിക്കും. അനേകായിരങ്ങൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ തിരക്കിട്ട ദിവസങ്ങളിലൊക്കെ വിജയം കുടുംബമായിട്ട് വരാറുണ്ടോ? ഞാൻ ഈ വീക്കെൻഡിൽ സാധാരണ സൺഡേ ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇത് കുട്ടികൾക്ക് പോകാനുള്ള വാഹനമാണ് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കുട്ടിത്തം മാറാത്ത നമ്മളെ കയറ്റുന്നുള്ളൂ അല്ലേ? നമുക്കിതിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അത് എനിക്ക് അല്ല, എന്റെ ധാരണ കുട്ടികൾക്ക് മാത്രമേ ഇത് കയറാൻ പറ്റൂ എന്നുള്ളതായിരുന്നു. അതെ, അപ്പൊ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. അതെ അതെ. അപ്പൊ ഒരുപാട് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. ഇന്ന് ശനിയാഴ്ച ആണല്ലോ. ഓക്കെ, അപ്പൊ നല്ല തിരക്കുണ്ട്. ഹലോ, ഹായ്, എല്ലാരും ഓക്കെ അല്ലേ? എല്ലാരും സാധനമൊക്കെ മേടിച്ചു കഴിഞ്ഞോ? തന്നെയല്ല സ്കരി, ചെറിയ പെരുന്നാളിന് വിശ്വാസികൾ ഒരുങ്ങുന്ന ദിവസങ്ങൾ കൂടിയാണല്ലോ. അപ്പൊ അത് ഇന്ന് എനിക്കൊന്ന് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പൊ നമ്മളുടെ ഈ ലഹരി വിരുദ്ധ സന്ദേശം ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു ദിവസം കൂടിയാണ്. മാത്രമല്ല ശരിക്കും എനിക്കൊന്ന് ഇവരോടൊക്കെ നമുക്ക് സമയമുണ്ടായി നമുക്ക് ഇറങ്ങി പറഞ്ഞിട്ട് പോകാമായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, എക്സൈസ് കമ്മീഷണറും ഇക്കാര്യത്തിൽ ചില സന്ദേശങ്ങൾ. നിങ്ങൾ സാധനമൊക്കെ മേടിക്കാൻ വന്നോ? ഓക്കെ, താങ്ക് യു. എന്തായാലും ഒരുപാട് ഇന്ന് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളൊരു യാത്രയുടെ ഭാഗമായിട്ട് ലുലുമാളിൽ വന്ന ലുലുമാളിന്റെ വാർഷിക ദിവസം തന്നെ നമ്മളിവിടെ വന്നു. മാത്രമല്ല 22 കോടി 1,01,000 ആള്. രണ്ടാമത്തെ ആളായി. തൊട്ടടുത്ത് ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് രണ്ടാമത്തെ ആളാണ്. അപ്പൊ നമുക്ക് മാത്രമല്ല 22 കോടി ജനങ്ങൾ വന്നിട്ട് പോയെന്ന് പറഞ്ഞാലേ അതിലൊരു 4-5 കോടി എന്തായാലും പുറത്തുള്ളവരായിരിക്കും, കേരളത്തിന് പുറത്തുള്ളവരായിരിക്കും. അപ്പൊ ആൾക്കാർക്കെല്ലാം ഒരു ഇപ്പോഴും ലുലുമാൾ ഒരു അത്ഭുതമാണ്. മാത്രമല്ല ചെറുപ്പക്കാരോട് നമ്മൾ പറഞ്ഞു AC ഒക്കെ ശ്രീ യൂസഫ് അലി പ്രവർത്തിച്ചു തരും. നിങ്ങൾക്ക് സമയം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തൂടെ കയറി ഇറങ്ങുക അല്ലേ? വേണ്ടാത്ത പരിപാടികൾ പോലീസിലായി പോവും, ജയിലിലായി പോവും, അതൊക്കെ സത്യമാണ്. അപ്പം രാസലഹരി എന്നുള്ളത് എന്നേക്കുമായി വർജിക്കേണ്ട ഒരു ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ 14 ജില്ലകളിലൂടെ നമ്മൾ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ യാത്ര. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമറ നമ്മുടെ ഈ ലുലുമാളിനെയൊക്കെ ഒന്ന് കാണിച്ചോണം. കാര്യം അതിന്റെ വൈഡ് ദൃശ്യങ്ങളൊക്കെ നല്ല മനോഹരമാണ്. എങ്ങോട്ട് വെച്ചാലും നല്ല ഫ്രെയിംസ് ആണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നല്ല ഒരു തലയിൽ ആളുകൾക്കുള്ള ഒരു ഡിസൈനർ തന്നെയായിരുന്നു. അതെ അല്ലേ? അതിന്റെ പ്രോജക്ട് ഡിസൈനറേയും കൂടി നമ്മൾ ആ വേദിയിൽ പരിചയപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനു പണ്ടാ തട്ട് നടത്തുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കൂ. ഹലോ, നിങ്ങളെ ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം അവരോട്. വരൂ, ഇങ്ങോട്ട് വരൂ. അമ്മമാരൊക്കെ ഇങ്ങോട്ട് വരും. നിങ്ങളോട് വരും മോളെ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വരും. മോളെ ഹായ്. മോളെ എവിടുന്നാ? ഞങ്ങൾ പാലക്കാട്. ലുലുമാളിലേക്ക് വരാൻ വന്നാണോ? വെറുതെ ഫ്രണ്ട്സിനെ കാണാൻ വന്നു. ആണോ? നീ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? ഞാൻ പോവാ, ഞാൻ UK ലാണ്. ഓക്കെ, UK ലുലുമാളുണ്ടോ? ഇല്ല, ലുലു തുടങ്ങും അവിടെ, മിക്കവാറും അവിടെ തുടങ്ങും. അതിന്റെ ഒരു തലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. യൂസഫ് അലി സാർ ഞെട്ടിക്കാണ് ഇപ്പൊ അവിടെ അബുദാബി ഇരുന്ന്. അപ്പോഴേ കണ്ടിടത്തോളം എങ്ങനെയുണ്ട് സംഭവം? ഇന്ന് നല്ലൊരു ഡേയാ, വാർഷിക ഡേ അവരുടെ. 12 കൊല്ലം പൂർത്തിയാക്കി. അവിടെ ലുലു മൊത്തത്തിലുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഒരു ഭാവിയില് ലുലു ഇല്ലാത്തൊരു ഭൂപ്രദേശം ഭൂമണ്ഡലത്തിൽ കാണത്തില്ലെന്നു. ഇല്ല, പക്ഷെ ഇപ്പൊ UK വരും. UK വരും. ചുമ്മാ ഇരിക്കട്ടെ, തള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടുന്ന് കുറെ സ്കോട്ട്ലൻഡ് യാർഡിലൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് സാധനങ്ങൾ അവിടുന്ന് വരുന്നുണ്ടല്ലേ? ഇങ്ങോട്ട് നമ്മുടെ ഓഫീസിലുണ്ട് അവിടെ. സ്കോട്ട്ലൻഡ് യാർഡ്. താങ്കളൊന്ന് അന്വേഷിക്കണത്. എന്താ പേര്? അശ്വതി. പാലക്കാട് എവിടെയാ? പാലക്കാട് എത്തന്നൂര്. അപ്പോൾ താങ്ക് യു. താങ്കളെ പരിചയപ്പെടാൻ ഒരുപാട് സന്തോഷം. UK പോകുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അന്വേഷിച്ചെന്ന് പറഞ്ഞേ. ഇനി നമ്മൾ അന്വേഷിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒരാളെ അന്വേഷിക്കണമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അമ്മയാണോ? ഓക്കെ. അമ്മ ഇവിടെ ഉണ്ടല്ലോ. അമ്മ UK പോകണ്ട, അമ്മ ഇവിടെ വേണം കേട്ടോ. ഓക്കെ, ഇദ്ദേഹം പോയിട്ട് വരട്ടെ. ഓക്കെ, ശരി. ഓക്കെ വിജയ, നമുക്ക് വണ്ടി വിട്ടാലോ? ഓക്കെ. ഇതെനിക്ക് തോന്നുന്നത് കുറച്ച് ദൂരം ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സുഖം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് മുതിർന്നവർക്ക് കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വലിയ കണ്ടെത്തലാണ്. ആണല്ലേ? അല്ല, നമ്മൾ ഇതുവരെ ഇതിൽ ഇങ്ങനെ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഒരുപാട് ഷോപ്സുകളുണ്ട് ലുലുമാളിൽ. എനിക്ക് തോന്നുന്നു ഇനി ഏപ്രിൽ മെയ് എന്ന് പറയുന്ന 2 മാസങ്ങൾ ഈ ലുലുമാളിന്റേതായിട്ടുള്ള 2 മാസമായിരിക്കും. നമ്മളുടെ മലയാളികളുടെ അല്ലെങ്കിൽ കൊച്ചി ഒരു മെട്രോ ഒരു മിനി കേരളമാണല്ലോ. അതിന്റെ ഷോപ്പിംഗ് എന്ന് പറയുന്ന കൾച്ചറിനെ മാറ്റിമറിച്ച ഒരു സ്ഥാപനമാണിത്. അതിലൊരു തർക്കവും ഷോപ്പിംഗ് സ്വഭാവത്തെ മാറ്റിമറിച്ചു. നമ്മൾ ലുലുവിൽ വന്നാൽ എല്ലാം വാങ്ങി എല്ലാ ഷോപ്പിംഗും നടത്തി തിരികെ പോവാം, വീട്ടിലേക്ക് പോവാം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് അത് ഇപ്പം കേരളത്തിൽ മാത്രമല്ല വേറെ എങ്ങും പോകണ്ടല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ പ്രത്യേകത. ലുലു മാള് പിന്നെ വളരെ പ്രൊഫഷണലി റൺ സ്ഥാപനമാണ്. അങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ആലോചിക്കും വിജയ, ഒരു മാളങ്ങ് തുടങ്ങിയാലോ? പിന്നെ ആലോചിച്ചത് ലുലു മാളുമായിട്ടല്ലേ കമ്പയർ ചെയ്യുക. ഇപ്പൊ എല്ലാ ജില്ലയിലും ആയിട്ടുണ്ട്. ഇപ്പം അശ്വതി പറഞ്ഞ പാലക്കാടും ലുലു എത്തിയിട്ടുണ്ട്. ഞാൻ വരുന്ന എന്റെ നാട് കോട്ടയം, അവിടെയും ലുലു എത്തിയിട്ടുണ്ട്.
ഇപ്പം ലുലു എത്താത്ത ജില്ലകളൊന്നുമില്ല, എല്ലാ ജില്ലയിലും ലുലുവിന്റെ മാളുകൾ എത്തുകയാണ്. അപ്പോൾ കൊച്ചിക്ക് കുറച്ച് പരിചയക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. കൊച്ചിക്ക് മാത്രമല്ല എല്ലായിടത്തും ആ ഷോപ്പിംഗ് അനുഭവം ഉണ്ടാവട്ടെ. അപ്പൊ ഈ നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുള്ളവരായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവരോടും നമ്മളുടെ സന്ദേശം കൈമാറാമായിരുന്നു. അതെ അതെ അതെ. ഹലോ, ഒരു പടം എടുക്കാം അല്ലേ? റെഡി? എന്തായാലും നന്നായി, നല്ല ഗ്ലാമർ ആണല്ലോ. എനിക്കല്ല, നിങ്ങൾക്ക്. ശരി ശരി, ഓക്കെ. എന്റെ പേരിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഈ ട്രെയിന് പേരിട്ടുണ്ട് ഫ്രണ്ടില്. ഇതെന്തായാലും സൂപ്പറായി. വേറെ ആയിട്ട് വരായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ വിജയ നമുക്ക് ഇറങ്ങാം അല്ലേ? നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കയറി ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. അപ്പൊ സന്തോഷം. ആ ജീവന് നമ്മളൊരു ഇത് കൊടുത്തല്ലേ അല്ലേ? ജീവന് നല്ല 500 കോടി മോഹവിലയുള്ള. ഓക്കെ ഓക്കെ, സന്തോഷം. എവിടുന്നാ നിങ്ങളൊക്കെ? എവിടുന്നാ? കരിമുകൾ. എന്താ പരിപാടി? എന്തിനു പഠിക്കോ? BBA ഒക്കെ പഠിക്കുക, സൂക്ഷിക്കണേ. ഓക്കെ, റെഡിയാ. അപ്പൊ നമ്മള് കുട്ടികളെ വരട്ടെ. മക്കളെ, എന്താ മോനെ പേര്? യുവാന്തർ. പർച്ചേസ് കഴിഞ്ഞോ? നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചോ, പൈസ അവര് തരും കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി. അപ്പോ ഹലോ ചേട്ടാ, ഓക്കെ അല്ലേ? ചേട്ടൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ? ഞാൻ ഇവിടെ തന്നെ കണ്ടാണ്. അതെ, എനിക്ക് തോന്നിയത് നമ്മൾ അല്ല, അതാ എനിക്ക് മനസ്സിലായി. നമ്മള് എന്താ വാങ്ങിക്കുന്നു? ഗോതമ്പൊടിയൊക്കെ ഗോതമ്പൊടിയൊക്കെ മതിയോ? വേറെ സാധനമൊക്കെ വേണ്ടേ? ഓഫറുള്ള സാധനങ്ങൾ വിലയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ കുഴപ്പമില്ല, ഓഫറുള്ളത് ഞാൻ വാങ്ങിക്കുള്ളൂ. ഒരു ബാഗ് നിൽക്കുന്നു. ഇനി പൂക്കാട്ടുപടി. അതല്ല, ഇന്ന് ചിലപ്പോ അറിയാവുന്ന ഡിസ്കൗണ്ട് ഒക്കെ കാണും. വാർഷിക ഡേയാ. ആണോ? അറിഞ്ഞില്ലല്ലേ? 12 കൊല്ലമായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ആണോ? പറ്റിയ ദിവസം നിങ്ങൾ വന്നത്. ശരി, നന്നായി വാങ്ങിച്ചോണ്ട് പോവാ. ശരി സാർ. എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ. ഹലോ, എന്തൊക്കെയാ മോളെ? എന്താടാ കുട്ടാ? എന്റെ ഫാദർ കേരളവർമ്മ കോളേജിൽ പഠിച്ചതാണ്. അതാരത്? PK വർഗീസ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പുള്ളിയുടെ കാര്യം എന്തായിരിക്കും എന്തോ അല്ലേ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വിജയ് എനിക്ക് പേടിയാ കേട്ടോ. ഓക്കെ, ഇന്ന് ഏത് വിഷയം? പൊളിറ്റിക്കൽ സയൻസ്. എന്താ പേര്? അദ്ദേഹത്തിന് വർഗീസ്, PK വർഗീസ്. വർഗീസിന്റെ മോളാണോ? ഓ എന്റെ പൊന്നെ, ഞാൻ MA പഠിപ്പിച്ചുള്ള വിദ്യാർത്ഥിയാണ്. എനിക്കറിയാം, ഓർമ്മയുണ്ട്. റാങ്ക് ഹോൾഡർ ആയിരുന്നു. എനിക്കറിയാം, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. വർഗീസ് ഒരു നല്ല മനുഷ്യനായിരുന്നു. മോളെങ്ങനെയാന്ന് ഞാൻ ചോദിച്ചു. ഇല്ല ഇല്ല ഇല്ല. വർഗീസിനോട് എന്നെ അന്വേഷണം പറയാം. ഓക്കെ, അജിൻ. അപ്പൊ മോളെ സാധനമൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഒരു കാര്യം, മോളൊരു സാധനം മോളുടെ കാശ് തന്നെ കൊടുത്ത് അപ്പത്തിന് വാങ്ങിച്ചു കൊടുക്കും. എന്റെ കിട്ടാന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അത് ആദ്യം മോളെ കാശ് കൊടുത്തെന്ന് പറയാം, അതിന്റെ അട്രാക്ഷൻ പോകും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമ്മള് പ്രശ്നമാകും. ഓക്കെ, ബൈ ബൈ. അതൊരു ആകസ്മികമായ വളരെ വളരെ വളരെ. ഹലോ, സുഖല്ലേ? പർച്ചേസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. എവിടുന്നാ നിങ്ങള്? ഞങ്ങള് തിരുവാങ്കുളം. ഓക്കെ, അപ്പൊ എൻജോയ് ലുലു. അപ്പൊ നമുക്ക് ഇന്നൊരു നല്ല തിരക്കുണ്ടല്ലോ സാർ? ഇന്ന് നല്ല തിരക്കാണ്. ഈ വാർഷികം നമ്മൾ അഡ്വർടൈസ് ചെയ്തു. പിന്നെ ചെയ്തു. മാത്രമല്ല ഓഫറുകൾ നമ്മൾ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്കൗണ്ട് 1 മാസമായിട്ട് ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റിന്റെ GM ഡിസ്കൗണ്ട് നമ്മുടെ ആൾക്കാർക്ക് അതറിയാനായി. നമുക്ക് 12th ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ഒത്തിരി സാധനങ്ങൾക്ക് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ടിലാണ് കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 1 month പീരീഡ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പർച്ചേസ് ചെയ്യാൻ വന്നവർക്ക് ഡിസ്കൗണ്ട് മാത്രമല്ല, നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എനിക്കൊന്ന് ഈ ഡിസ്കൗണ്ട് കൂടെ ഈ പാരങ്ങളിലെ നല്ല 2 വെള്ളയപ്പം കൂടെ കൊടുത്താലോ? അതിലും നല്ല ഓഫേഴ്സ് ഇവിടെ ഉണ്ടല്ലോ സാറേ. അതിനേക്കാൾ നല്ല വെള്ളപ്പം നമ്മൾ ആൾറെഡി ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ പിന്നെ കോഴിക്കോട് ഒരാൾ പറഞ്ഞു, കാര്യങ്ങളെല്ലാം ജീവിച്ച് നടക്കാൻ ആ പാരങ്ങൾ പോയിട്ട് അപ്പം ഈ പാരകളുടെ വല്ല മുതലാളി പിരിച്ചുവിട്ടോ വല്ല കെട്ടിയല്ലോ ആണോ? അല്ല, നമ്മളെല്ലാം സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അതെല്ലാം. ഇവിടെ ഏറ്റവും നല്ല മോട്ടോ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഫ്രഷ് ഫുഡാണ്. നമുക്ക് പോയി കാണാതെ നമ്മൾ ഇന്ന് ഇറക്കിയിട്ടുള്ള എനിക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല, ടോട്ടൽ ഇൻസെക്യൂരിറ്റി ഇല്ല. മാത്രമല്ല, ഞാനുണ്ടല്ലോ മലയാളികളുള്ള വിശ്വാസം എന്ന് പറയോ, എന്നെ പോലെ ഒരുത്തരെ കൊല്ലാൻ ആർക്കെങ്കിലും എന്താ ഇതിന്റെ ആവശ്യം? വേസ്റ്റ്. അതുകൊണ്ട് ആ ഒരു ബലത്തിലാണ് നടക്കുന്നത്. അല്ല, എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങൾ സെക്യൂരിറ്റി വേണ്ട കാസർഗോഡ് വരെ യാത്ര. എന്തിന്? നമ്മുടെ കടൽത്തീരത്ത് പിടിച്ച മീൻ. ഓ, അത് ശരി. വിജയ, കുറച്ച് വാങ്ങിച്ചാലോ? ഞാൻ സൗദിയിലെ നമ്മുടെ ജിദ്ദയിലല്ല അപ്പുറം പോയിട്ടുള്ള മാളി പോയപ്പോഴേ
ആ മാളിൽ പോയപ്പോഴും നല്ല ഫ്രഷ് മീൻ അവിടുത്തെ ഒരു അട്രാക്ഷൻ. പക്ഷേ മീൻ മാത്രമല്ല, ഇത് നമ്മൾ സെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതിന്റെ ഹൈജീൻ ക്വാളിറ്റിയാണ്. നമുക്ക് വി ഡോണ്ട് ഫീൽ എനി സ്മെൽ. നമുക്ക് നോർമലി ഒരു ഫിഷ് മാർക്കറ്റ് പോകുന്ന ആ സ്മെല്ല് ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ. അങ്ങനെയാണ് ഇതിന്റെ ഡ്രൈനേജ് ആൻഡ് ഹൈജീൻ സിസ്റ്റം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെയിലി കാച്ചസ് ആണ്. നമ്മൾ രാവിലെ 4 മണി 3 മണിക്ക് നമ്മുടെ ബയേഴ്സ് ഹാർബറിൽ പോയിട്ട് ഡയറക്റ്റ് എടുത്തിട്ട് വരുന്നതാണ്. ഫാസ്റ്റ് മൂവിങ്. നാടൻ വരാലുണ്ട്, കുറച്ച് വാങ്ങുന്നു. വരാല് വിജയൻ അറിയാവുന്ന ഏക മീനാ അത്, വരാല്. എന്റെ വിജയ. ഓക്കെ, ഞങ്ങള് ദാസനും വിജയനും ഒന്നും എല്ലാ ആൾക്കാർ പറയും കേട്ടോ. ഓക്കെ ചേച്ചി, എന്തൊക്കെയാ വിശേഷങ്ങളാ? ഇതുപോലെ അപകടം വരാൻ. അപ്പൊ എന്താ പരിപാടി? മറിച്ചേച്ചോ ഞണ്ടൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ചേട്ടാ, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ ടൈപ്പ് മീനും ഉണ്ട്, ആൾക്കാർക്ക് അട്രാക്ഷൻ. സ്വരാജിന് ഇതിന്റെ പേരറിയോ? ഇത് കിളി വരണ്ടെന്ന് പറയും ഈ സാധനം. കിളി വരണ്ട, നാട്ടിൻപുറത്ത് അങ്ങനെ അതിന്റെ വാക്ക്. നമ്മളിത് എങ്ങനെ അറിയോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മളെല്ലാം കൊണ്ടും ഓക്കെ, സന്തോഷം. താങ്ക് യു ചേച്ചി. കേട്ടോ. ആ ആ ആ ചേച്ചി, ഗുഡ് മോർണിംഗ്. ഡിസ്കൗണ്ടാ? ഇല്ല. ബില്ലടിക്കുമ്പോഴേ അറിയും. ഓക്കെ. അപ്പൊ ഉണ്ണി, നമ്മൾ പോകുന്ന സമയമായോ? സ്വരാജിന്റെ കരവലയത്തിൽ നമ്മൾ സ്വതന്ത്രനാകാൻ പോവോ അല്ലേ? അപ്പോൾ സ്വരാജ്, താങ്ക് യു താങ്ക്സ് എ ലോട്ട്.